ഡിപ്രസീവ് റിയലിസം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുമുള്ള മാറ്റങ്ങളൊന്നും അംഗീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാവാതിരിക്കുക. ഈ പറയുന്നൊരു അവസ്ഥകളെയാണ്, പറയുന്നൊരു പേരാണ് ഡിപ്രസീവ് റിയലിസം എന്ന്. നമ്മുടെ സലീം കുമാറിന് ഈ ഡിപ്രസീവ് റിയലിസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങളത് വിശ്വസിക്കില്ല. ഞാൻ പറയുന്നത് നമ്മുടെ സിനിമാ നടൻ സലീം കുമാറിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഗംഭീര തമാശ പൊട്ടിച്ചിട്ടുണ്ട്. തമാശ ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ പരിഹാസവുമായി നടൻ സലീം കുമാർ കേരളത്തിൽ വലിയ വികസനം എന്ന് പറഞ്ഞവരെല്ലാം ഭ്രാന്താശുപത്രിയിലാണ്, പറയുന്നതെല്ലാം തള്ളാണെന്നും UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സലീം കുമാർ. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോ പയ്യൻ പറഞ്ഞു, കേരളം എന്ത് മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവനെന്താവും പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചിരുന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ ഉളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഇദ്ദേഹം അച്ഛനോട് പോയി ചോദിക്കുന്നു, പയ്യന്റെ അച്ഛനോട് പോയി ചോദിക്കുന്നു, എന്താ ഇങ്ങോട്ട് കൊണ്ടുവരാൻ? അപ്പോൾ പറഞ്ഞു, സലീം കുമാർ, നിങ്ങൾ 3-4 പ്രാവശ്യം അമേരിക്കയിൽ വന്നിട്ടുള്ളതല്ലേ, നിങ്ങൾ അമേരിക്ക കണ്ടതല്ലേ? അങ്ങനെയൊക്കെ കണ്ടിട്ട് പോലും ഈ കേരളത്തെ കണ്ടിട്ട് അമേരിക്കയെ പോലെ ഉണ്ടെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭ്രാന്താശുപത്രി ആക്കേണ്ട അസുഖം അവനുണ്ട് എന്നല്ലേ എന്ന് വളരെയധികം ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടാണ് അദ്ദേഹം ഇതിന് മറുപടി കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല എന്നാണ് സലീം കുമാർ ഇങ്ങനെ ഈ തമാശയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അത് കേട്ട് നമ്മൾ ചിരി വരും. നമ്മുടെ ചിരിയുടെ ഒരു തമ്പുരാനാണ് സലീം കുമാർ എന്ന് പറയുന്നത്. നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ ഒരുപാട് തമാശകൾ തന്നിട്ടുണ്ട്. പക്ഷെ ഒരു വലിയ പ്രോബ്ലം ഉള്ളത്, അദ്ദേഹം ഒരു അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. ഒരു ഉത്തമ കോൺഗ്രസ്സുകാരൻ എന്നൊക്കെ പറയേണ്ടി വരും. കോൺഗ്രസ് അനുഭാവിയാണ്, കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഈ കോൺഗ്രസിൻ്റെ ഇത്തരം മണ്ഡലം കൺവെൻഷനിലൊക്കെ ഇദ്ദേഹം പോയിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയുണ്ട്, നമ്മുടെ റോഡ് വികസനത്തിലുണ്ട്, നമ്മുടെ ഭൗതിക സാഹചര്യ വികസനത്തിലുണ്ട്, ഹോസ്പിറ്റലുകളായിക്കോട്ടെ, ഇങ്ങനെ നമ്മുടെ ജീവിത നിലവാരത്തിൽ പോലും കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ പോലും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു തവണയെങ്കിലും അവർക്ക് കേരളത്തിലുടനീളം അവരുടെ വാഹനവുമായിട്ടൊന്ന് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മാറ്റത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ മാറ്റം അവർക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും. എന്നിട്ടും ഇത്ര മാറ്റങ്ങളൊന്നും നമുക്ക് മനസ്സിലാവാതെ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം മാറ്റങ്ങളെ കുറിച്ചിട്ട് ഒരു അപ്പതി പോലെ, ഒരു ഡിപ്രഷൻ പോലെ, ആ ലോകത്തിൽ ഒരു മാറ്റങ്ങളും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരവസ്ഥയെ പറയുന്ന പേരാണ് സുഹൃത്തുക്കളെ ഡിപ്രസീവ് റിയലിസം എന്ന്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, വേറൊരു അസുഖം കൂടി ഇത്തരം ആളുകൾക്കുണ്ട്. അതിനെ പറയുന്നത് മലാഡാപ്റ്റീവ് കോപ്പിംഗ് മെക്കാനിസം എന്നാണ്. മലാഡാപ്റ്റീവ് കോപ്പിംഗ് മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള മാറ്റങ്ങളിൽ ഭയങ്കരമായിട്ട് ഭയം ഉണ്ടാവുക, ഒരു അരക്ഷിത ബോധം ഉണ്ടാവുക. മാറ്റങ്ങൾ വരുമ്പോൾ ഈ മാറ്റത്തോട് കൂടിയിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുമോ, ഇത്തരം മാറ്റങ്ങളൊക്കെ എന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ബാധിക്കുമോ, ഇത്തരം മാറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം. പഴയ ലോകമാണ് നല്ലത്, പണ്ടാച്ചൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇന്നാച്ചാൽ ആ പ്രതീക്ഷ ഏകദേശം സഫലീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷകളിൽ മാത്രം ജീവിക്കുക, ഒരു മാറ്റത്തെയും അംഗീകരിക്കാൻ കഴിയാതെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. നമ്മുടെ സലീം കുമാർ ചേട്ടനെ പോലെ തന്നെയാണ് അത്തരം ആളുകൾ വിളിക്കുന്ന അത്തരം ആളുകൾക്കുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തെ പറയുന്ന പേരാണ് മലാഡാപ്റ്റീവ് കോപ്പിംഗ് മെക്കാനിസം എന്ന്. അത് ഇനി ഇദ്ദേഹത്തിന് ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കരുത് കേട്ടോ, ഞാൻ നിർത്തിയിട്ടില്ല. വേറെ ഒന്നുണ്ട്, റെസിസ്റ്റന്റ് ടു ചേഞ്ച് എന്ന് പറയുന്നൊരു മനോഗതിയുണ്ട്. അതൊരു മാനസിക പ്രശ്നമൊന്നുമല്ല. അതായത് പഴയ ചിന്താഗതികൾ, പഴയ രീതികൾ അത് മാത്രമാണ് ശരിയെന്നും പുത്തനായിട്ടുള്ള ഒരു മാറ്റവും ശരിയല്ലെന്നും ഞാൻ മാറാൻ തയ്യാറല്ല, ലോകമൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാൻ മാറാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരവസ്ഥയും ചില ആളുകളുടെ ഉള്ളിലേക്ക്, ഒരുപക്ഷെ നിങ്ങളെ പരിസര പ്രദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇത് ചികിത്സിക്കേണ്ട ഒരു അസുഖമൊന്നുമല്ല, പക്ഷേ എന്നാലും അത് വേണമെങ്കിൽ നമുക്കൊരു മെൻ്റൽ പ്രോബ്ലമായിട്ടൊക്കെ എടുക്കാം. അങ്ങനെ ഒരു തരത്തിലും മാറാൻ തയ്യാറാതിരിക്കുന്ന ആളുകൾക്ക് പറയുന്നൊരു പേരാണ് റെസിസ്റ്റന്റ് ടു ചേഞ്ച്. വേണമെങ്കിൽ
നമുക്ക് സലീം കുമാർ ചേട്ടൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് പറയാം. അദ്ദേഹം റെസിസ്റ്റന്റ് ടു ചേഞ്ച് എന്നാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇനി കഴിയുന്നില്ല. പുതിയ കാര്യങ്ങളോട് എപ്പോഴും ഭയം തോന്നുന്ന ആൾക്കാരുണ്ട്. ഒരു പുതിയ റോഡ് വരിക, ആ റോഡിൽ സഞ്ചരിക്കാൻ ഭയം തോന്നുക, നല്ല പുത്തൻ സ്കൂളുകൾ ഉണ്ടാവുക, ആ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ആ പഴയ ഓടിട്ട പെരന്നായിരുന്നു നല്ലത് എന്ന് പറയുക, അതെന്ത് രസമായിരുന്നല്ലേ എന്ന് പറയുക, അന്ന് മാവിന് കല്ലെറിയുന്നത് എന്തൊരു ഭംഗിയുള്ളൊരു കല്ലായിരുന്നല്ലേ എന്നൊക്കെ പറയുക. അങ്ങനത്തെ ആളുകളൊക്കെ കേട്ടിട്ടില്ലേ? ഇത്തരം ആളുകളുണ്ട്. അതായത് പുതിയ കാര്യങ്ങളോട് മുഴുവൻ ഭയം. ഈ ഭയം തോന്നുന്ന ആളുകൾ അത്തരം പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളുകളൊക്കെ കളിപ്പിക്കും. അത്തരം പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളുകളൊക്കെ നന്നായിട്ട് വഷളത്തരായിട്ട് കളിപ്പിച്ച് ഒരു തമാശയാക്കി കളയും. അത്തരം ഒരു അതൊരു ഭയമാണ് കേട്ടോ. അതൊരു മാനസിക പ്രശ്നമൊന്നുമല്ല, അതൊരു ഭയമാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് നിയോഫോബിയ എന്ന് പറയാം. നിയോഫോബിയ, പുത്തൻ മാറ്റങ്ങളൊന്നും അംഗീകരിക്കാൻ ഒരു പ്രയാസം തോന്നുന്ന ആളുകളെയാണ് അങ്ങനെയൊക്കെ വിളിക്കാറുള്ളത്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു കൊഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ മനുഷ്യന്മാർ കടന്നു പോകാറുണ്ട്. കൊഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികൾ അവർ വിശ്വസിച്ച് പോരുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കാം. അതായത് ഉമ്മൻചാണ്ടി ഭരണ കാലഘട്ടത്തിൽ റോഡൊക്കെ കുണ്ടും കുഴിയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക, പിണറായി വിജയൻ ഗവൺമെൻറ് വന്നാലും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷേ അതെല്ലാം മാറ്റങ്ങൾ ഇതാ സംഭവിക്കുന്നു എന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് വിചാരിച്ചത് അതിന് വിരുദ്ധമായ മാറ്റം. ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കരകരമായിട്ടുള്ള മാറ്റം ഉണ്ടാവുക. ഒരു പുത്തനായിട്ടുള്ള ഇനിയിപ്പോൾ സംഭവിക്കാനില്ല എന്ന് വിചാരിക്കുമ്പോൾ AI പോലുള്ള സംഗതികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനെപ്പറ്റി ഭയപ്പെടുക എന്നീ പറയുന്ന ആളുകളുണ്ട്. അതിന് പറയുന്ന പേരാണ് കൊഗ്നിറ്റീവ് ഡിസൊണൻസ്. കൊഗ്നിറ്റീവ് സത്യം പറഞ്ഞാൽ നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട, ബുദ്ധിയുമായി ബന്ധപ്പെട്ട സംഗതിയാണ് ഈ കൊഗ്നിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി കളയും. ഇത്തരം ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നിപ്പോകുന്നത് ഇത്തരം മാനസികമായിട്ട്, അല്ലെങ്കിൽ അതൊരു വലിയ മാനസിക പ്രശ്നമൊന്നുമല്ല, ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം ആക്സെപ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇത്തരം ഒരു അവസ്ഥയിലൂടെയാണോ സലീം കുമാർ ചേട്ടൻ കടന്നു പോകുന്നത് എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അദ്ദേഹം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു, ഇവിടെ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല, മുഴുവൻ തള്ളാണ്. അങ്ങനെ മാറ്റം സംഭവിച്ചു എന്ന് പറയുന്ന ഒരുത്തനെ എനിക്ക് ഊളംപാറയിലാണ്, അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലാണ്, മാനസിക ആശുപത്രിയിലാണ് എനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന് വളരെ തമാശ രീതിയിൽ പറഞ്ഞു. എനിക്ക് അങ്ങനെ തമാശ രീതിയിലൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. ഒരു മാറ്റവും ഇങ്ങനെ കാണാതെ എങ്ങനെയാണ് താങ്കൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്? എങ്ങനെയാണ് താങ്കൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്? അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയല്ലേ? അതിൽ നിന്ന് മാറണമെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? ബൈ.